സി ബി എസ് കുടുംബത്തിലെ എല്ലാവരെയും ആശംസാ വാക്കുകൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഇഷ്ടപ്പെടാനും അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അധികം സമയം എടുക്കുന്നില്ല. സി ബി എസ് കുടുംബത്തിൽ നിന്നും പ്രിയ മകൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇവിടെ പോയാലും കർത്താവിന്റെ സാക്ഷ്യമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സി ബി എസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഉപഹാരം സി ബി എസ് കുടുംബത്തിൽ നിന്ന് കൊടുക്കാനായിട്ട് ഞാൻ ഈ സമയം നിർവഹിക്കുകയാണ്. ഇത് അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒരു മിനിറ്റ് ഞാൻ പോകട്ടെ. അപ്പൊ അതിനുള്ള അവസരം അല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ സി ബി എസിന് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ നല്ല ഷോർട്ടേജ് ഉണ്ട്. കർത്താവ് ആരുടെയെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് പ്രേരണ തരുന്നെങ്കിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. സി ബി എസ് കുടുംബത്തിൻ്റെ ഉപഹാരം വാങ്ങുവാനായിട്ട് പ്രിയ എൽസമോളെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ എല്ലാ ദൈവമായി സ്തോത്രം. പ്രത്യേക പ്രിയ പൈതൽ എൽസ ഈ ദേശത്തു നിന്നും തൻ്റെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ സഭയായി പ്രിയ പൈതലിനെ അനുഗ്രഹിച്ചയക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ അടിയനും PIP പ്രതിനിധീകരിച്ച് ഇപ്രകാരം ആയിരിക്കാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പ്രിയ പൈതലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ അനേക കാര്യങ്ങളുണ്ട്. നാം എല്ലാവരും അറിയുന്നത് പോലെ പ്രിയ പൈതൽ വളരെ പക്വതയോടും ദൈവഭയത്തോടും നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലായിരിക്കുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു. PIPയുടെ വിവിധ സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൈതലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വളരെ പുറകോട്ട് മാറി നിന്ന ഒരു പൈതലായിരുന്നു. എന്നാൽ പെട്ടെന്ന് PIPയുടെ പ്രവർത്തനങ്ങളിലും പ്രത്യേക സ്കിറ്റ് മുതലായ പ്രോഗ്രാമുകളിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഉപരിയായി മുന്നിലേക്ക് വരുവാൻ തക്കണം ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ ദയയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രത്യേക പൈതൽ ഞാൻ കരുതുന്നു എടുത്തിരിക്കുന്ന സബ്ജക്റ്റൊക്കെയും തൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരും. അനേകർക്കത് ആശ്വാസമാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം പ്രിയ പൈതലിനെ കാണുമ്പോഴൊക്കെയും വളരെ പ്ലസൻ്റായിട്ട് അവളുടെ മുഖത്തെ ചിരി വളരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ചെറിയ പ്രായം മുതൽ കാണുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായ ആ ഒരു ചിരി ഇപ്പോഴും നിലനിർത്തുവാൻ തക്കണം ദൈവം സഹായിച്ചു. താൻ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ തുടർന്ന് ദൈവം സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. PIPയുടെ പ്രവർത്തനങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനുമായി ഞാൻ നന്ദി പറയുന്നു. പൈതൽ പോകുന്ന ഇടങ്ങളിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശ്വാസമായി പോകുന്ന ഇടങ്ങളിൽ എപ്രകാരമായിരിക്കുന്നു പ്രത്യേക കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെയും ദൈവത്തെക്കുറിച്ച് പറയുവാനും അനേകരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാനും ഒക്കെ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ. പ്രിയപൈതലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സമയത്ത് ഒരു വാക്യം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ ഇപ്രകാരം കാണുന്നു: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രയേലിൻ്റെ ദൈവം തന്നെ എന്ന് അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനീതികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രയേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവിക കൽപ്പനകളനുസരിച്ച് ഇത്രത്തോളം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പൂർണ്ണ
ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തുടർന്നുമായിരിക്കാനും പോകുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായി നിലകൊള്ളുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം എനിക്കും ലഭിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ അവിചാരിതമായിട്ടും യാദൃച്ഛികമായിട്ടുമാണ് ഇങ്ങനൊരു അവസരം എനിക്കുണ്ടായത്. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ദൈവ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു അവസരത്തിൽ വരുവാൻ ഒരു സാധ്യതയുമില്ല. സ്തോത്രം. എങ്കിലും പ്രാരംഭമായ ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 വാക്യം മുതൽ 8-ാം വാക്യം വരെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. സ്തോത്രം. എനിക്ക് പ്രിയ പൈതലിനോട് പറയുവാനുള്ള ഏക കാര്യം, അവളുടെ ജനനം മുതൽ ഇന്നുവരെയും ഈ രാജ്യത്തായിരിക്കാൻ മാതാപിതാക്കളോട് ചേർന്ന് ആയിരിക്കാൻ ദൈവം അവളെ സഹായിച്ചു. അവൾക്ക് CBSൽ ആക്റ്റീവായിരുന്നു. അവളെ പഠിപ്പിക്കാൻ എനിക്കും ഒരു അവസരം ലഭിച്ചു. ആ സമയത്തൊക്കെ പൈതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായിരുന്നു. അവളുടെ അപ്പോസ്തലന്മാരുടെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളും ആ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഹൃദയവേദനയോടെ കരയുന്ന ഒരു എൽസമോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു പൈതലായി ഇത്രത്തോളം നിലനിൽപ്പാൻ ദൈവം പൈതലിനെ സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്ന സൗമ്യതയുള്ള ഒരു കുഞ്ഞായി ഈ രാജ്യത്ത് ഇത്രത്തോളം നിലനിൽപ്പാൻ ദൈവം അവളെ സഹായിച്ചുള്ള മുമ്പോട്ടുള്ള പഠനത്തിലെല്ലാം ദൈവത്തിൻ്റെ കൃപയോട് കൂടിയിരിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാനിടയാകാതെ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുവാൻ ദൈവം പൈതലിനെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ അവസരങ്ങളും കർത്താവ് ദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ അവളുടെ ജീവിതത്തിൽ ചിന്ത എപ്രകാരമായിരിക്കണമെന്ന് അവൾ തന്നെ ചിന്തിച്ച് തീരുമാനിച്ച് ദൈവസന്നിധിയിൽ സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ പ്രകാരം പറയുന്നു: മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞുകൊണ്ട് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അവളുടെ ഉന്നത വിദ്യാഭ്യാസ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഒരു ദൈവപൈതലിനെ കണ്ടെത്തുവാൻ വളരെ വിരളമായിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അവളുടെ സഹപാഠികൾ ദൈവത്തെ അറിയാത്തവരായിരിക്കാം, ഇതര സമുദായങ്ങളിലും ഇതര ജാതികളിലുമൊക്കെ ഉള്ളവരായിരിക്കും. അവരോടൊക്കെയും സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുമ്പോഴൊക്കെ അതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ചെയ്യുവാൻ, മനസ്സോടെ ചെയ്യുവാൻ, അവകാശമെന്ന പ്രതിഫലം അത് മുഖാന്തരമായി പ്രാപിച്ചെടുക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ എലിസബത്തിൻ്റെ പഠനത്തോടനുബന്ധിച്ചുള്ള കടന്നു പോകുന്ന യാത്രയപ്പ് യോഗമാണല്ലോ ഇത്. ഇപ്പോൾ ഒരു വാക്യം വായിക്കുകയാണ്, സദൃശവാക്യം 34:13. മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻ കട്ട നിൻ്റെ അണ്ണാക്കിനെ മധുരമത്രേ. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെയെന്ന് അറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാവും, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒന്ന്, കടന്നു പോകുമ്പോൾ തേൻ തിന്നുക എന്ന് പറയുന്നത് അത് നല്ലതാണ്. തേനെന്ന് പറയുന്നത് ദൈവവചനമാണ്. തേൻകട്ട ദൈവവചനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവം ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെ പോയാലും ദൈവവചനം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. പ്രിയ പൈതലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുവാൻ തക്കോണം ദൈവം ഭാഗ്യം കൊടുത്തു. നല്ലൊരു ദൈവസഭയിലെ അംഗമായി
ഇത്രത്തോളം നമ്മളോടൊപ്പം ആയിരിക്കാൻ തക്കണോടെയായി തീർന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തിനെ അങ്ങനെ തന്നെ എന്നറിയുക, നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും. താൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹിക്കപ്പെട്ട എഡ്യൂക്കേഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാറ്റം വരുത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ലാസ്റ്റ് ഇതെല്ലാം ഇതിനെക്കാട്ടിലും എല്ലാം വലിയ കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മംഗളമാണ്. ഏത് സാഹചര്യത്തിലല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഞാൻ പറയുകയുണ്ടായി, നയമാൻ്റെ കൊട്ടാരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ബാലിക നയമാന് കുഷ്ഠമാണെന്ന് പറഞ്ഞപ്പോൾ ആ ബാലിക അത് കേട്ടുകൊണ്ട് നയമാൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, എൻ്റെ ദേശത്തെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ അവന് നയമാന് സൗഖ്യം ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. ഒരു കാര്യം, ആ ബാലികയുടെ ഉള്ളിൽ വേലക്കാരിയായിട്ടൊരു ബാല്യക്കാരിയായിട്ട് പിടിച്ചുകൊണ്ട് വർഷങ്ങളായി ഉണ്ടെങ്കിൽ തന്നെയും അവളുടെ ദേശത്തെക്കുറിച്ച് അവൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, അവളുടെ സഭയെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നു. അവൾ പ്രവാചകനെക്കുറിച്ച് മറന്നിട്ടില്ല. അവൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മുമ്പിൽ ഒരു മറുപടി കിട്ടുമെന്നുള്ള കാര്യം അവളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ നയമാൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞത്, ഇസ്രായേലിലെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ ഒരു വിടുതൽ കിട്ടുമെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലിസബത്ത് പോകുന്ന സാഹചര്യത്തിൽ ഇവിടുന്ന് ഒരു കത്തുന്നൊരു ക്യാൻഡിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂർ പട്ടണത്തിന് ഒരു പ്രകാശമായി തീരുവാൻ, പാപത്തിൽ സഞ്ചരിക്കുന്ന അനേകം പേര് യേശുവിലേക്ക് നയിക്കുവാൻ, ഒരു വെളിച്ചമായി തീരട്ടെ, ആയിരിക്കുന്ന സ്ഥാനത്തെല്ലാം വെളിച്ചമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ വൈദ്യലിൻ്റെ സെൻറ്റർ ഓഫ് മീറ്റിംഗായിട്ട് നമ്മൾ ക്രിമേജിക്കൽ പ്രിയ വൈദ്യലിനെ ഓർക്കുമ്പോൾ ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. വൈദ്യലിൻ്റെ ശൈശവാവസ്ഥ മുതലത്ത് അതിൻ്റെ പേരിൽ വളരെ ശാന്ത സ്വഭാവത്തോടും ദൈവഭയത്തോടും അതിലുപരിയായിട്ട് സന്തോഷത്തോടും എപ്പോഴും പൈതലിനെ കാണാൻ വേണ്ടി ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ ജനിച്ച പൈതൽ ഇവിടെ എൻ്റെ ഈ പ്രദേശത്തുള്ള എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നു. പുറത്തുള്ള പഠനത്തിന് വേണ്ടി ബാംഗ്ലൂർ കടന്നുപോയല്ലോ. പൈതൽ ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ മറ്റു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ മാതൃകയുള്ള പൈതൽ വളരെ ശാന്ത സ്വഭാവത്തോടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ കർത്താവ് സഹായിച്ചു. മറ്റു കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു പോകുന്നെടുക്കുകയും കർത്താവ് പൈതലിനെ ബലപ്പെടുത്തേണ്ട പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ആലയത്തിൻ്റെ തുടർന്നുള്ള പഠനം അവിടെ ആയിരിക്കുമ്പോൾ ആലുലിയ മാതാപിതാക്കളെ വിട്ട് ഹോസ്റ്റലിൻ്റെ അവസ്ഥയിലാക്കുമ്പോഴൊക്കെയും കർത്താവിനെ മുറിവ് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയഭാരം ഓരോ ദിവസം മുന്നോട്ട് വേണ്ടി കർത്താവ് സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത് മുമ്പ് അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കണം. അതോടുകൂടി ഇതൊക്കെയും നല്ലത് തരാമെന്ന് വാതിലുള്ള കർത്താവിൻ്റെ പാത്രമുള്ള ആയിരിക്കുന്നു. മാതാപിതാവ് കൂടെ ഇല്ലാത്ത സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ എല്ലാ കാര്യം ചെയ്തതിനു വേണ്ടി പൈതലിനെ ബലപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേവസഭയുടെയും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. യേശുവിൻ്റെ ഒരു വാക്യം വായിച്ചിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നിൻ്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയില്ല. അതെ, നമ്മുടെ കർത്താവ് കരുണയൊരു കർത്താവാണ്. അതെ, തൻ്റെ നിയമം താൻ ഒരിക്കലും മറന്നു പോകുകയില്ല. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. അതെ, നമ്മളെ മറക്കാത്ത കർത്താവിൻ്റെ പാദപിടിലായിരിക്കുന്നു. ഇവിടെ ആയിരുന്നാലും അവിടെ ഉപരിപഠനത്തോടനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കൃപയും പരിപാലനം ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടി ദേശത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിച്ചുകൊള്ളുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവമക്കളെ, ദൈവസഭയായി നമ്മൾ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന ആശംസാവാചകം ഡിറ്റോണമി ചാപ്റ്റർ 31 വേഴ്സ് 8 ആണ്. 31-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്.
The Lord is the one who goes ahead of you. He will be with you. He will not fail you or forsake you. Do not fear or be dismayed. പൈതലിനോട് ദൈവസഭയായി വാഗ്ദത്ത വചനം ഓർപ്പിക്കാനുള്ളത്, മോളെ നീ do not fear or be dismayed. There is not to have the fear or be dismayed, because the Lord is with you and He is going ahead of you. The Lord is the one who goes ahead of you. Because now she is going to a new circumstances, new situation and a new way of life. There, the eternal Lord is speaking to her or promising her that I will go ahead of you. I hope she will reach Bangalore on 15th or 16th? 13th. 15th കുഞ്ഞിന് ക്ലാസ് തുടങ്ങുന്നു, 12-ാം തീയതി തിരിച്ച് ഒരു 13-ാം തീയതി എത്തും. അപ്പോൾ 13-ാം തീയതി പൈതൽ ബാംഗ്ലൂരിൽ എത്തുന്നതിന് മുൻപ് അവൾക്ക് മുൻപായി കർത്താവ് കടന്നു പോകും. പൈതലിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും. മുൻപേ പോകുന്ന എന്തിനെന്ന് ചോദിച്ചാൽ കുഞ്ഞിനോട് കൂടെ ഇരിക്കാൻ. അവിടെ എല്ലാ ജീവിതാനുഭവത്തിലും കൂടെ ഇരിക്കുന്ന ഒരു വാഗ്ദത്തം കർത്താവ് ദൈവസഭയായി ഹല്ലേലൂയ സ്തോത്രം പൈതലിന് കൊടുക്കുന്നു. നിന്നെ കൈവിടത്തില്ല. ദൈവമക്കളെ, നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത് കൈവിടാത്ത ഒരു ദൈവത്തെ, ഒരു സാമീപ്യമാണ് നമുക്ക് ആവശ്യം. ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് പൈതൽ നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. ദൈവസഭയായി കുഞ്ഞിനെ ഓർപ്പിക്കാനുള്ള അനുഭവമാണ്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലെ ജീവിതാനുഭവത്തിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ ഓർക്കുന്നു. എങ്ങനെ അത് ഞാൻ അറിയാനിടയായി എന്ന് ഞാൻ ഓർക്കുന്നില്ല. കുഞ്ഞെന്തോ ഒരു പ്രയാസത്തിൻ്റെ ജീവിതാനുഭവത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഉഷ വിളിച്ച് പറഞ്ഞിട്ടെടി ഞാൻ മോഡെടുത്ത് വരെ പോകാമെന്നും പറഞ്ഞ് ഞാൻ ഭവനത്തിലേക്ക് കടന്നുപോയി. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒക്കെ എന്നെ ബലപ്പെടുത്തിയ ഒരു അനുഭവമാണ് പൈതലുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ. ഞാൻ അതിനു മുൻപ് ഓർക്കുന്നു, ഈ കുഞ്ഞുങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിനൊക്കെ എന്നെ ബലപ്പെടുത്തിയ മറ്റൊരു വിഷയം, ഒരു പൈതൽ എന്തോ അസുഖത്തിൻ്റെ വിവരം ഞാൻ ഓർക്കുന്നില്ല, പ്രീ ഡിഗ്രിക്കോ +2 പഠിക്കുന്ന ഒരു കുഞ്ഞ് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ നാട്ടിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രശസ്തനായ ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് പോകാനായിട്ട് മെഡിക്കലി അറിവുള്ള മാതാപിതാക്കൾ തയ്യാറായിരിക്കുമ്പോൾ കർത്താവ് എളിയനോട് ഓർപ്പിച്ചു, വൈദ്യൻ്റെ ആവശ്യം അവൾക്കില്ല, ഒരസുഖവും പൈതലിനില്ല. ഞാൻ ആ കുഞ്ഞുമായി എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു അരമണിക്കൂർ താഴെയുള്ള നിമിഷം പൈതലുമായിരുന്നു. പിന്നെ അസുഖത്തിൻ്റെ വിവരം അവിടെ ജീവിതത്തിൽ കാണുവാനിടയായില്ല. രണ്ടാമത്തെ സംഭവമാണ് എൽസമോള് പെട്ടെന്ന് ഭവനത്തിൽ ഓടിച്ചെല്ലുവാനും കുഞ്ഞിനെ കാണുവാനും. കുഞ്ഞുമായിട്ട് അരമണിക്കൂർ താഴെയുള്ള സമയം, ജെൻസിയോ സിനിയോ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഓർക്കുന്നില്ല, അരമണിക്കൂർ താഴെയുള്ള സമയം കുഞ്ഞുമായി സമയം ചെലവഴിപ്പാനും അങ്ങനെ ഒരവസ്ഥ അവിടെ ജീവിതത്തിൽ ഇല്ലാതെ വണ്ണം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു. നന്ദി അറിഞ്ഞ ഹൃദയത്തോട് ഈ സമയത്ത് ഞാനത് സ്മരിക്കുകയാണ്, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. രഞ്ജന ഓർപ്പിച്ചതുപോലെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, മോനെ നീ അങ്കിളിനെ നോക്കി ഒന്ന് ചിരിച്ചു കഴിയുമ്പോൾ സൂമിലൂടെ കാണുമ്പോൾ എൻ്റെ പ്രയാസമെല്ലാം മാറുപടി, ക്ഷീണമെല്ലാം മാറും, ടെൻഷൻസ് എല്ലാം മാറും. അങ്ങനെ അനേകരെ ബലപ്പെടുത്തുന്ന ഒരു ഭാവ അനുഭവവും ഒരു ദൈവകൃപയും കർത്താവ് പൈതലിന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതല്ല ഓർത്ത് നമ്മുടെ മാതാപിതാക്കളുടെയോ ഒന്നും പ്രത്യേകതയല്ല, ദൈവം കുഞ്ഞിനോട് ചെയ്തൊരു കരുണയാണ്. ആ പ്രകാശം പരത്തിക്കൊണ്ട് അനേകർക്ക് ആശ്വാസമായി അവളായിരിക്കുന്ന ഇടങ്ങളിൽ തരക്കാർ കുഞ്ഞുങ്ങളെ അനേകരെ കർത്താവിലേക്ക് നടത്തുന്ന അനുഭവത്തിലായിരിക്കാൻ കർത്താവ് പൈതലിനെ സഹായിക്കട്ടെ. ദൈവം പൈതലിന് കൊടുക്കുന്ന വാഗ്ദത്തം, അവൾക്ക് മുൻപായി ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു കർത്താവ് കടന്നു പോകും. ഒരിക്കലും ദൈവിക സാന്നിധ്യം പൈതലിന് ഇല്ലാതെ വരുത്തില്ല. പൈതലിനെ ദൈവം ഉപേക്ഷിക്കത്തില്ല, എപ്പോഴും കൂടെ ഇരിക്കുന്നുള്ള വാഗ്ദത്തം നൽകി തന്നായിരിക്കുമ്പോൾ പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മോള് മുന്നോട്ട് വന്നാട്ട് ദൈവസഭയായി അടിയങ്ങൾ കരുതിയിരിക്കുന്ന ഈ മൊമെൻ്റ് നമ്മുടെ സ്നേഹത്തിൻ്റെ, പൈതലിനോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായി
പൈതലിന് കൊടുപ്പാൻ, ദൈവസഭയെ പ്രതിനിധീകരിച്ച് കൊടുപ്പാനടി ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവസഭയ്ക്കായി എല്ലാവരുടെയും പേരിൽ ഞാനിത് കുഞ്ഞിന് നൽകുന്നു. ഞാൻ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. നമ്മൾ കേട്ട വേദഭാഗം ഡിട്രോണമി ചാപ്റ്റർ 31 വേഴ്സ് 8. And the Lord, He is the one who goes before you. He will be with you. He will not leave you nor forsake you. Do not fear nor be dismayed. Sister Elizabeth Mary Jinsey. In honor of all that you do and your tireless hard work, we offer a small token of our love. May the Lord shower His blessings on you all the time. He always will show you the right path and help you to move ahead to get more success with much happiness in your life. Our best wishes and prayers are with you. IPC Saleh, Bahrain. One more verse, Psalms 32:8. I will instruct you and teach you in the way you should go. I will guide you with my eye. ഞാൻ നിന്നെ പഠിപ്പിക്കും, പോകേണ്ട വഴി കാണിച്ചു തരും, കണ്ണുകൊണ്ട് ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു നൽകിത്തരും. വാഗ്ദത്ത വാക്യങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പൈതലിലൂടെ ദൈവസഭയ്ക്ക്, CBSന്, PAPക്ക് കിട്ടിയ എല്ലാ കോപ്പറേഷന്, സപ്പോർട്ട് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കുകയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവസഭയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാനിത് പൈതലിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എൽസമോക്ക് റിപ്ലൈക്കുള്ള സാവകാശമാണ്. കർത്താവ് പൈതലിനെ ബലപ്പെടുത്തുമാറാകട്ടെ. Praise the Lord. I thank the Lord for giving me this opportunity to be in front of you all. The Lord brought me up in this church. From a young age, I have been a part of this church. I've literally been growing up in this church, and I have been a very different person when I was younger. I still am shy, but I was a lot more shy when I was younger, to a point where I would be not willing to come forward to say memory verse, and I would pretend that I was sleeping with mommy. But God really changed me and helped me to get rid of my stage fright, especially during last year. I believe it was because I started to have a more personal relationship with God. I'm thankful to God for placing me in this church, for helping me know the truth about God's word. When many of my friends and many of the people I know in this world do not know about God, I'm thankful that He chose me and my family to know Him. I hope that you all will pray for me, and that God will give me the boldness to stand for Him wherever I go. I'm thankful for the church for all the opportunities they have given to, from small programs to leading worship sessions. So that really helped me come out of my shell. God was with me from my childhood, even when I did not know who God was. Even though I was growing up in a church, I did not know God. I did not know God personally. I just knew about Him. But throughout those situations too, God was with me, and He took care of all the minute details in my life. And only when I came to know God personally,
I got to look back on my life and see that he was there even when I did not acknowledge him. And I would like to, this church is like a family to me, and I always remember you all in prayers. God bless you all. And even though I may look, I may look like I'm a good child and all, I'm really a mess inside, and God is still molding me. You can ask Papa and Mommy. I'm still a mess inside, and it's not always the outer appearance that matters, but it's the insides. And God is disciplining me in so many ways. Even the reason I'm able to talk to you all like this is because of God. I'm going to a place where I have to stand for God, where so many people are against God's word. And the subject that I'm studying psychology. It's mostly against God's word. So I need you all to pray for me, for the boldness to stand for God among the people who mostly don't believe in God. For the boldness to stand for God's word when I have to. And requesting all of your prayers. And I really had a lot of sweet memories with the children of CBS. And once again, thank you all for being loving towards me, encouraging me throughout my life, and God bless you all. ഇപ്പോഴേ പ്രിയ ജിൻസി കുടുംബമായിട്ട് മുന്നോട്ട് വന്നാട്ട് ദൈവമക്കളെ നമുക്ക് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് മോളെ ദൈവകരത്തിൽ കൊടുക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനും വിളിക്കപ്പെട്ടവരാ. അനുഗ്രഹിക്കുന്നവരായിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലും കർത്താവ് അമിതമായി നന്മ നൽകിത്തരും. നമുക്ക് ആശ്വാസമായി, ബലമായി, പ്രിയ കുടുംബത്തിനൊരു ബലമായി, അവൾ പഠിച്ച സ്കൂളിൽ ഒരു അനുഗ്രഹമായി കർത്താവ് കുഞ്ഞിനെ ദേശത്ത് നിലനിർത്തി. എല്ലാ വഴികൾക്കായിട്ട് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിന് മഹത്വം കരയറ്റുകയും പൈതലിനെ നമ്മൾ ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവത്തിൽ കുഞ്ഞ് കടന്നു പോകുന്നു. മാറ്റമില്ലാത്ത വാറ്റത്തെ ഓർപ്പിച്ച പോലെ കുഞ്ഞിനോടൊപ്പം ദൈവിക സാന്നിധ്യമായിരിക്കണം. ദൃഷ്ടി വെച്ച് അവിടെ നിന്ന് ആലോചന പറഞ്ഞു നൽകി കൊടുക്കണം. മാതാവായി പിതാവായി ദൈവം കൂടെ ഇരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൈതങ്ങളെ പ്രിയ കുടുംബത്തെ ദൈവകരത്തിൽ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് മോളെ ദൈവകരത്തിൽ കൊടുക്കാൻ പ്രാർത്ഥിക്കാം. അവരവർക്ക് ദൈവം നൽകി തന്ന കൃപയ്ക്കെത്തോണം, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചെന്ന അനുഭവത്തിനെത്തോണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകി തന്നിരിക്കുന്ന ആത്മീക അധികാരം ഉപയോഗിച്ച് ഓതറൈസേഷൻ അനുസരിച്ച് പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കുകയും പ്രത്യേകിച്ച് പൈതലിനെ ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെയും നിങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സാവകാശം ഒരുക്കി തന്നു. സൂമില കൂടുന്നെങ്കിൽ നമുക്കതിന് സാവകാശമില്ല. നമുക്ക് പൈതലിനെ ദൈവകരത്തിൽ കൊടുക്കാം, പ്രാർത്ഥിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവ ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു
നാഥ, പ്രിയ കുടുംബത്തെ ഞങ്ങൾ തിരുക്കരത്തോട് തന്ന് ദൈവസഭയായി പ്രാർത്ഥിക്കുക. ആത്മീയ ഭൗതികമായ വിഷയങ്ങൾമേൽ ഞങ്ങളുടെ ദാസൻ ദാസി കുഞ്ഞുങ്ങൾക്ക് സൂക്ഷിക്കാൻ സ്ഥലം പോരാതെ വണ്ണം സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് രാത്രി കാലം അവിടുന്ന് ചൊരിയുന്ന വഴികൾക്കായി സ്തോത്രം. അവിടുത്തെ ദാസനെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തി അവനെ മാനിക്കണം. ദാസി ഓർക്കുന്ന പൈതലിനെ ബലപ്പെടുത്തണമേ. അവിടെ ജീവിതാനുഭവങ്ങളൊക്കെ അവിടുന്ന് മതിയാനായി കൂടെ ഇരിക്കണം. കർത്താവെ, ജോൽമോനെ ഓർക്കുന്നപ്പ ഞങ്ങൾ ഒരു ദിവസം അവനെ ഇതുപോലെ പ്രാർത്ഥിച്ചയച്ചു. സർവ്വ ആപത്താനത്തിൽ നിന്നൊക്കെ വിടിപ്പിച്ച് ക്ഷേമമായി ഞങ്ങളുടെ മധ്യത്തിൽ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്ന വഴികൾക്കായി സ്തോത്രം. അവൻ നന്ദി അറിഞ്ഞ ഹൃദയത്തോട് സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തന്ന മോളെ തിരുക്കടത്തോട് തരിക. കുഞ്ഞിൻ്റെ ശരീരാത്മദേഹികളിന്മേൽ അവിടുത്തെ കൃപൈ സാന്നിധ്യം പൈതലുണ്ടപ്പോൾ ഇരുന്നവളെ മാനിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സൗന്ദര്യവും സ്വഭാവശ്രേഷ്ഠതയും ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങളിലും പൈതൽമേൽ അളവില്ലാതെ അവിടുന്ന് ചൊരിഞ്ഞു കൊടുത്ത് മാനിച്ച് അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥൻ അങ്ങനെ ചെയ്യുന്ന വഴികൾക്കായി സ്തോത്രം. കർത്താവെ, ഭംഗിയായിട്ട് പഠിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങോട്ട് പറ്റിച്ചേർന്നായിരിക്കാൻ ചുറ്റുപാടുമുള്ള ജീവിതാനുഭവങ്ങളിലൊന്നും കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അവയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കത്തക്കുള്ള ഒരു വലിയ ദൈവകൃപ കുഞ്ഞിൻ്റെ മേൽ അവിടുന്ന് കൽപ്പിച്ചാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൂട്ടുകാരികളെ കൂട്ടുകാരന്മാരെ വിവേചിപ്പാൻ ഹല്ലേലൂയ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ വിവേചിച്ച് ഹല്ലേലൂയ ആയിരിക്കാനുള്ള ഒരു ദൈവകൃപ കുഞ്ഞിൻ്റെ മേൽ അവിടുന്ന് കൽപ്പിച്ചാക്കണമേ എന്ന് തിരുനാമത്തോട് അപേക്ഷിക്കുന്നു. അടിയങ്ങൾ ഒന്ന് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുക. വചനാടിസ്ഥാനത്തിലുള്ള വാക്തത്വ അടിസ്ഥാനത്തിലുള്ള സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും കുഞ്ഞിൻ്റെ മേൽ ചൊരിഞ്ഞ് അവളെ പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ശരീരത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെ അവസ്ഥകളെയും അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തത്താൽ മുദ്രയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഊരിപ്പിടിച്ച വാളുമായ അങ്ങയുടെ ദൂതഗണങ്ങളാൽ പൈതലിനെ അവിടുന്ന് കാവൽ ചെയ്താട്ട് എൻ്റെ നാഥൻ അങ്ങനെ ചെയ്യുന്ന വഴികൾക്കായി സ്തോത്രം. മാതാവായി, പിതാവായി, സഹോദരനായി ഹല്ലേലൂയ സന്തത സഹചാരിയായി എൻ്റെ കർത്താവ് കൂടെ ഇരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്ന അധികാരം ഉപയോഗിച്ച് ഹല്ലേലൂയ നൽകി തന്ന കൃപയ്ക്കെത്തണം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്ന പൈതലിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ സർവ്വ സ്വർഗീയ നന്മകളും സർവ്വ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് പൈതലിന്മേൽ കൽപ്പിച്ചാക്കി മാനിച്ച് അനുഗ്രഹിച്ചാട്ട് എൻ്റെ നാഥൻ അങ്ങനെ ചെയ്യുന്ന വഴികൾക്കായി സ്തോത്രം. സർവ്വതും അടിയങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രിയ പൈതലിനെ ഹല്ലേലൂയ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി കരമുയർത്തി കർത്താവിന് മഹത്വകരേറ്റാം. ഹല്ലേലൂയ 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 സ്തോത്രം. എല്ലാവരും ഇരുന്നാട്ട്.